എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുമ്പോൾ അത് ദൈവത്തിനർപ്പിക്കുന്ന കൃതജ്ഞതയായി തീരും. അതുപോലെ തന്നെ നിങ്ങൾ ഉദാരശീലനാകാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കിയിരിക്കുന്നത്. ഈ ഉദാരതയിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അവരിലൂടെ ദൈവത്തിന് അവർ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുകയും അത് ദൈവത്തിന് പ്രീതിജനകമായി പരിണമിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, സുവിശേഷവേല ചെയ്യുന്നവരിൽ നിന്ന് അനേകം പേർ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും മാനസികവും ശാരീരികവുമായി ക്ലേശിക്കുന്നവർക്ക് നിൻ്റെ ദൈവമായ കർത്താവാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് തെല്ലും ഭയപ്പെടേണ്ട, അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തും, നിന്നെ സഹായിക്കും, നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഉത്കണ്ഠയിൽ നിന്നും നിരാശാബോധത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആകയാൽ അവരെ ഏതെങ്കിലും വിധത്തിൽ നാം സഹായിക്കുകയും അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ കൽപ്പനയനുസരിച്ച് എല്ലാ ജാതികളെയും ശിക്ഷപ്പെടുത്തുവിൻ, അവരെ സുവിശേഷം അറിയിക്കുവിൻ എന്നു പറഞ്ഞ കൽപ്പന നാം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ പ്രിയപുത്രിയും പ്രിയപുത്രനുമാകാൻ നമുക്ക് പരിശ്രമിക്കാം. നാളത്തെ കുർബാനയിൽ ആരെയെങ്കിലും നമ്മൾ ദുഷിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്മൾ സഹായഹസ്തം നീട്ടാതെ സുവിശേഷ വേലയിൽ സഹായിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് അപേക്ഷിക്കാം. അതിനുള്ള കൃപ നമുക്ക് യാചിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.